പശ്ചിമേഷ്യയിലെ യുദ്ധം 2ാം മാസത്തിലേക്ക് കടന്നതോടെ ഇറാന്റെ പ്രധാന എണ്ണ സ്രോതസ്സുകൾ പിടിച്ചെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ദ്വീപ് സൈനിക നീക്കത്തിലൂടെ കൈയടക്കാനാണ് US ആലോചിക്കുന്നത് എന്ന സൂചനയും ട്രംപ് നൽകിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാനെ പ്രേരിപ്പിക്കുന്നതിനായി ഈ ദ്വീപിന്മേൽ ഉപരോധം ഏർപ്പെടുത്താനോ അധിനിവേശം നടത്താനോ ആണ് അമേരിക്കയുടെ പദ്ധതി. ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നും അങ്ങനെ വേണ്ടുന്ന പക്ഷം US മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ടെന്നും ട്രംപ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇറാന്റെ എണ്ണ പിടിച്ചെടുക്കുന്നതാണ് നിലവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കാൻ കഴിയുമെന്നും എന്നാൽ അത്തരമൊരു നീക്കത്തിന് അവിടെ ദീർഘകാല സൈനിക സാന്നിധ്യം ആവശ്യമായി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ചിലപ്പോൾ ഞങ്ങൾ ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്തേക്കാം, ചിലപ്പോൾ ഇല്ല. ഞങ്ങൾക്ക് ധാരാളം ഓപ്ഷനുകളുണ്ട്. ദ്വീപ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ കുറച്ചുകാലം ഞങ്ങൾ അവിടെ തുടരേണ്ടി വന്നേക്കും. കരയുദ്ധത്തെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണവും വന്നത്. ദ്വീപിലെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. അവർക്ക് കാര്യമായ പ്രതിരോധം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ ആ ദ്വീപ് പിടിച്ചെടുക്കാൻ കഴിയും. വെനസ്വേലയിൽ US സ്വീകരിച്ച സമീപനവുമായി ട്രംപ് ഈ നീക്കത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ജനുവരിയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവിടുത്തെ എണ്ണ വ്യവസായം അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കാനാണ് US ലക്ഷ്യമിട്ടിരുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ US കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിന് സമീപം ആക്രമണങ്ങൾ നടത്തുന്നതും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശമാകില്ല, മറിച്ച് പ്രത്യേക സേനയെയും സാധാരണ സൈന്യത്തെയും ഉൾപ്പെടുത്തിയുള്ള നീക്കങ്ങളാകാനും സാധ്യതയുണ്ട്. ആഗോള ഊർജ്ജ പാതകളിലെ ഇറാന്റെ തന്ത്രപരമായ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ US ലക്ഷ്യമിടുന്നത്. ഇറാന്റെ തീരത്ത് നിന്ന് ഏകദേശം 24 കിലോമീറ്റർ അകലെയുള്ള ദ്വീപാണ് ഖാർഗ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് നിർണായക പങ്കുവഹിക്കുന്ന ഒന്നുമാണ്. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നത് ഈ ദ്വീപാണ്. ഇത് രാജ്യത്തിന്റെ പ്രധാന ഊർജ്ജ കേന്ദ്രമായി മാറിയിട്ടുമുണ്ട്. ദ്വീപിലെ ആഴക്കടൽ സൗകര്യങ്ങൾ വലിയ എണ്ണ ടാങ്കറുകൾക്ക് അടുക്കാനും പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്ന് പൈപ്പ് ലൈനുകൾ വഴി എത്തുന്ന എണ്ണ കയറ്റാനും സഹായിക്കുന്നുണ്ട്. ഈ ടാങ്കറുകൾ പിന്നീട് പ്രധാന ആഗോള എണ്ണപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സംഘർഷത്തിലെ ഒരു പ്രധാന സമ്മർദ്ദ കേന്ദ്രമായി ഖാർഗ് ദ്വീപ് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനെ നിർബന്ധിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം ദ്വീപ് പിടിച്ചെടുക്കാനോ ഉപരോധിക്കാനോ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. എപ്പോൾ വേണമെങ്കിലും ദ്വീപ് ആക്രമിക്കാനോ നിയന്ത്രണത്തിലാക്കാനോ US സൈന്യത്തിന് ശേഷിയുണ്ടെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുകയും ചെയ്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സാണിത്. ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ആഗോള എണ്ണ വിതരണത്തെയും വിപണിയെയും കാര്യമായി ബാധിച്ചേക്കാം. ഒരു ശമനവുമില്ലാതെ ഇറാൻ US യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടന്നതും കരയുദ്ധം ആസന്നമായതും ഓഹരി വിപണികളെയും സാരമായി ഉലയ്ക്കുന്നുമുണ്ട്. US ഫ്യൂച്ചേഴ്സ് വിപണി ആഗോളതലത്തിൽ ഓഹരി വിപണികൾ ഇന്നും നഷ്ടത്തിന്റെ ട്രാക്കിലായിരിക്കുമെന്ന സൂചന നൽകിക്കഴിഞ്ഞു. അതേസമയം GCC രാജ്യങ്ങൾ കൂടി ആക്രമണ മുനയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ആരംഭിച്ച ചർച്ചകളെ മുൾമുനയിലാക്കിയാണ് അമേരിക്കയുടെ കരസേനാ വിന്യാസം വരുന്നത്. US-നും ഇറാനുമിടയിൽ സമാധാനം പുലർന്ന് ഹോർമുസ് വഴി ചരക്കുകടത്ത് പഴയപടിയാക്കാനുള്ള കാത്തിരിപ്പ് വീണ്ടും നീട്ടിയാണ് കഴിഞ്ഞ ദിവസം US-ന്റെ കരസേന ഇറങ്ങിയത്. തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ രാജ്യങ്ങളാണ് മധ്യസ്ഥ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആതിഥേയരായ പാകിസ്ഥാനും ചർച്ചയാകാമെന്ന് ഇറാൻ സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെ സൈനിക വിന്യാസ വാർത്തയെത്തുന്നത് ചർച്ചകളെ നിഷ്ഫലമാക്കാൻ സാധ്യത കൂടുതലുമാണ്. US-ൽ നേരത്തെ വിശ്വാസം നഷ്ടപ്പെട്ട ഇറാനെ പിന്നെയും അകറ്റുന്നതാകും ഈ പുതിയ നീക്കമെന്നാണ് പൊതുവേ ഉള്ള നിരീക്ഷണം. ഒത്തുതീർപ്പിന്റെ വഴികൾ തെളിയുമെന്ന സൂചന വരുമ്പോഴാണ് ഇസ്രയേൽ അവ ഇല്ലാതാക്കാൻ ഇറങ്ങുന്നതെന്ന് പാകിസ്ഥാനും കരുതുന്നുമുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ ഇറാനിലെ 2 ഉരുക്ക് നിർമ്മാണശാലകൾ ആക്രമിച്ചത്. 2 പ്രമുഖ യൂണിവേഴ്സിറ്റികളും ഇസ്രയേൽ തകർത്തു. കൂടെ രാജ്യത്തെ ആണവോർജ്ജ കേന്ദ്രങ്ങളിലും ബോംബിട്ടു. സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപിന്റെ ഉറപ്പ് വന്നതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണങ്ങൾ. ഇവയത്രയും ബോധപൂർവമാണെന്നും ചർച്ച വഴിതെറ്റിക്കാനാണെന്നും പാക് ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തി. ഭാവിയിൽ രാജ്യം ആക്രമിക്കപ്പെടില്ല എന്ന ഉറപ്പാകണം വെടിനിർത്തലിലെ 1ാം ഉപാധിയെന്ന് ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹോർമുസിന് മേൽ നിയന്ത്രണം നിലനിർത്താനും രാജ്യം ആഗ്രഹിക്കുന്നു. ഈ ഉറപ്പ് നൽകാൻ അമേരിക്കയ്ക്കാകില്ല എന്ന് മറ്റൊരു കാര്യം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.